നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് തോറ്റു. ദൃശ്യം മോഡൽ ഓപ്പറേഷനുകളാണ് ഇപ്പോൾ രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ അപ്രത്യക്ഷനായ ദിവസം രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളിൽ അവസാന ദിവസത്തെ ദൃശ്യങ്ങളില്ല. ആ ഫ്ളാറ്റിൽ അന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. പിന്നെ ആരാണ് ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞത്? ഒടുവിൽ സംശയം എത്തി നിൽക്കുന്നത് കെയർടേക്കറിനെ വിളിച്ച് പോലീസ് സംഘം ചോദ്യം ചെയ്തു. തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. രാഹുൽ ഫ്ളാറ്റിലെത്തിയോ എന്ന് അടുത്തുള്ളവരോടൊക്കെ ചോദിക്കുന്നു. രാഹുലിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന മറുപടി മാത്രമാണ് അടുത്ത ഫ്ളാറ്റിലുള്ളവർ നൽകുന്നത്. ഫ്ളാറ്റിനോട് ചേർന്നുള്ള CCTVയും കേടായ തലത്തിൽ പോലീസിനെ വട്ടം കറക്കുന്ന കാഴ്ചകളാണ് അതിനു ചുറ്റും. എന്നാൽ രാഹുൽ രക്ഷപ്പെട്ടത് അതിനേക്കാൾ നാടകീയമായി. ഒരു ചുവന്ന ഫോക്സ്വാഗൺ പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടത്. 108.5 bhp പവറും 175 Nm ടോർക്കും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമുണ്ട് കാറിൽ. രാഹുൽ പറന്നതെങ്ങനെയെന്നറിയാൻ പോലീസ് കുറേയേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദേ ഒരു പോളോ കാർ മിന്നിമറഞ്ഞു പോകുന്നു. എന്നാൽ പോളോ കാർ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. ആ കാർ എങ്ങോട്ടേക്ക് മുങ്ങി എന്നതിനെക്കുറിച്ചിപ്പോൾ പോലീസിന് വലിയ നിശ്ചയമില്ല. എന്നാൽ മറുവശത്ത് അനേക കാറുകൾ ഒഴുകുന്നുണ്ട്. അതിലൊന്നും രാഹുലിൻ്റെ മുഖം പതിഞ്ഞിട്ടില്ല. കേരള തമിഴ്നാട് അതിർത്തിയിലെ മുഴുവൻ CCTV ക്യാമറകളും പരിശോധിക്കുന്ന തിരക്കിലാണ് അന്വേഷണ സംഘം. ഒരിടത്തും ഒരെത്തും പിടിയുമില്ല. ഇതിനിടയിൽ രാഹുൽ സഞ്ചരിച്ചിരുന്ന ആ ചുവന്ന പോളോ കാർ ആരുടേതാണ് എന്നറിഞ്ഞ് പോലീസ് സംഘം വീണ്ടും ഞെട്ടി. ഒരു സിനിമാ താരമെന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടിയുടെ. എങ്ങനെ ഈ കാർ രാഹുലിൻ്റെ കയ്യിലെത്തി? കാർ തലേ ദിവസം തന്നെ പാലക്കാട് എത്തിയിരുന്നു എന്ന വിവരമാണ് അന്വേഷണ സംഘത്തെ വീണ്ടും ആശ്ചര്യപ്പെടുത്തിയത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുക്കൽ ഇരയെത്തുമെന്നും പരാതി നൽകുമെന്നും നേരത്തെ തന്നെ രാഹുൽ ഉറപ്പിച്ചിരുന്നു. പിന്നീടുള്ള ഓരോ നീക്കങ്ങളും കൃത്യമായി രാഹുൽ ഓരോരുത്തരെയായി പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണോ ഈ ചുവന്ന പോളോ കാർ നേരത്തെ അവിടെ എത്തിച്ചത്? കണ്ണാടി എന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന രാഹുൽ പെട്ടെന്ന് തൻ്റെ സുഹൃത്തുക്കളോടും പാർട്ടി പ്രവർത്തകരോടും ഒരു പ്രത്യേക കാര്യമുണ്ട് എന്ന് പറഞ്ഞു മുങ്ങുന്നു. പിന്നീട് രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്ന് രാഹുലിനൊപ്പമുള്ള ആർക്കും അറിയില്ല. അന്ന് കണ്ണാടിയിൽ രാഹുലിനൊപ്പം സഞ്ചരിച്ചിരുന്ന മിക്ക ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തു. അവർക്കൊന്നും രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്നറിയില്ല എന്ന് മാത്രമല്ല, അവർക്കൊന്നും പരിചയമുള്ള വാഹനത്തിലല്ല രാഹുൽ കടന്നു കളഞ്ഞത്. എന്നാൽ രാഹുൽ സഞ്ചരിച്ച കാറിൻ്റെ ഉടമ ഒരു സിനിമാ നടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് സിനിമാ നടിയെ ചോദ്യം ചെയ്തു. സിനിമാ നടിയിൽ നിന്നും വ്യക്തമായ ഉത്തരങ്ങളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല. തന്നെ അധിക്ഷേപിക്കരുത് എന്ന മറുപടി മാത്രമാണ് പോലീസ് സംഘത്തോട് സിനിമാ നടി പറയുന്നത്. രാഹുലുമായി അടുപ്പമുള്ള ഒരു സിനിമാ താരത്തിന് ഒരു ചുവന്ന പോളോ കാർ ഉണ്ട് എന്ന് പോലീസ് ഇന്നലെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് ചുവന്ന പോളോ കാറിനെ കുറിച്ച് അന്വേഷിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ചിലരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു. എന്നാൽ എല്ലാവരും കൈമലർത്തുകയാണ്. ഇത്രയധികം സാമൂഹിക ബന്ധങ്ങളുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി ഊളിയിട്ടിട്ടും എന്തുകൊണ്ടാണ് ഒരു തുമ്പ് പോലും കേരള പോലീസിന് ലഭിക്കാത്തത്? എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയെന്ന് വ്യക്തം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ജോർജ് പൂന്തോട്ടം എന്ന അഭിഭാഷകൻ രംഗത്തെത്തിയതും തനിക്ക് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പച്ചയ്ക്ക് പറഞ്ഞതും. പാലക്കാട് ഷാഫിയുടെയും രാഹുലിൻ്റെയും ഒക്കെ തട്ടകമാണ്. പാലക്കാട് ഇല അനങ്ങുന്നുവെങ്കിൽ അക്കാര്യങ്ങളൊക്കെ ഷാഫിക്ക് വ്യക്തതയുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ കെയർടേക്കറെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് കരുതുന്നു. പരിചയമില്ലാത്ത ആരെങ്കിലും രാഹുലിന്റെ ഫ്ളാറ്റിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് കെയർടേക്കറോട് പോലീസ് അന്വേഷിച്ചപ്പോൾ MLA അല്ലേ, ജനപ്രതിനിധിയല്ലേ, ഒരുപാട് ആളുകൾ വരും, അതൊന്നും താൻ ശ്രദ്ധിക്കാറില്ല എന്നാണ് കെയർടേക്കറുടെ മറുപടി. സാധാരണ അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നവരുടെ വിവരങ്ങൾ അവിടെ ബുക്കിൽ രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ജനപ്രതിനിധി ആയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പറഞ്ഞു വരുന്നവരെ അങ്ങോട്ടേക്ക് കടത്തിവിടുകയാണ് പതിവ് എന്ന് കെയർടേക്കർ പറയുന്നു. കെയർടേക്കറെ ചോദ്യം ചെയ്യുമെന്ന് SIT പറയുന്നു. DVR പരിശോധനയ്ക്കെടുത്തു. ഇതിനിടയിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ രാഹുൽ സംഘം നടത്തിയിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി. അതിൻ്റെ തുടർഭാഗമായിരുന്നു തിരുവനന്തപുരത്ത് രാഹുൽ എത്തി എന്ന പ്രചരണം. തിരുവനന്തപുരത്തെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിൻ്റെ ഓഫീസിൽ രാഹുൽ എത്തിയോ എന്നറിയാൻ പോലീസിന് മറ്റു മാർഗങ്ങളില്ല.
കാരണം രാഹുലിന്റെ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ നിർവാഹമില്ലാതെ കുഴയുകയാണ് പോലീസ്. ശാസ്തമംഗലം അജിത്തിന്റെ ഓഫീസിന് പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിലും വിജയിച്ചില്ല. ആ CCTV ദൃശ്യങ്ങളിലൊന്നും സംശയാസ്പദമായ ഒന്നുമില്ല എന്ന് CCTVയുടെ ഉടമകൾ പറയുന്നു. സമീപത്തെ ഒരു CCTV ആകട്ടെ മുഴുവൻ കേടായ തലത്തിലും. രാഹുൽ എങ്ങോട്ടേക്ക് പോയി എന്ന് തിരിച്ചറിയാനാവാതെ കുഴയുന്ന പോലീസ്. എല്ലാ ജില്ലകളിലും കർശന പരിശോധനകൾ ഇപ്പോൾ തുടരുന്നു. ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ സംശയമുള്ള വാഹനങ്ങളും ഇടങ്ങളുമൊക്കെ പരിശോധിക്കണമെന്ന ഉത്തരവാണ് മുന്നിലുള്ളത്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഇതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ടെലിഫോൺ കോളുകളടക്കം നിരീക്ഷിക്കപ്പെടുന്നു എന്ന വാർത്തകൾ ശക്തമാണ്. രാഹുലിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചാണ് ശക്തമായ നിരീക്ഷണം. കേരളം മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തലത്തിൽ ഒരു കുറ്റവാളിക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ. എന്നാൽ രാഹുലിനെ കണ്ടെത്തുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഭരണകൂടത്തിനുണ്ട്. പാലക്കാട് കണ്ണാടി എന്ന സ്ഥലത്ത് UDF പ്രചരണ സ്ഥലത്തായിരുന്നു മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ. പെട്ടെന്ന് തന്നെ ഉന്നത പോലീസ് മേധാവികൾ സ്ഥലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് രാഹുലിനെ നിരീക്ഷിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് രാഹുൽ രക്ഷപ്പെട്ടത്. കൃത്യമായി പോലീസ് സംവിധാനം തന്നെ രാഹുലിനെ ഈ വിവരം അറിയിച്ചിരുന്നുവെന്ന സംശയമാണ് ഇപ്പോൾ പോലീസ് ഉന്നതങ്ങളിൽ. SITയുടെ എല്ലാ നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടം സംഘത്തിന് ചോർന്നു കിട്ടുന്നുണ്ട് എന്ന സംശയം സർക്കാരിൽ ശക്തമാണ്. എന്നാൽ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നത് അടൂർകാരനായ സുഹൃത്ത് ജോബി ജോസഫിന്റെ തിരോധാനമാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് തൊട്ടു പിന്നാലെ ജോബി ജോസഫിനെ നിരീക്ഷിക്കാനും കസ്റ്റഡിയിലെടുക്കാനും പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അവർ എത്തുന്നതിന് മുൻപ് തന്നെ ജോബി അപ്രത്യക്ഷനായി. ജോബിക്ക് പിന്നാലെ പാഞ്ഞ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാം എന്നായിരുന്നു അവർ ആദ്യം കരുതിയത്. എന്നാൽ ജോബി എങ്ങോട്ടേക്കാണ് പോയത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ തെളിവുകളുമില്ല. വീട്ടുകാർക്കോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ യാതൊരുവിധ വിവരവും ലഭ്യമല്ല. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റവും ഗർഭഛിദ്ര കുറ്റവുമടക്കം മാരക വകുപ്പുകളാണ് രാഹുലിന് മേൽ ഇപ്പോൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത്. ഏതുവിധേനയും അന്വേഷണ സംഘത്തിന് പിടികൊടുക്കരുത് എന്ന നിർദ്ദേശമാണ് അഭിഭാഷക സംഘം രാഹുൽ മങ്കൂട്ടത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡിസംബർ 3-ാം തീയതി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്നു. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അഭിഭാഷകർ പ്രകടിപ്പിക്കുന്നത്. അഥവാ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടാനാകുമെന്ന പ്രതീക്ഷ അഭിഭാഷകരിൽ ശക്തമാണ്. രാഹുൽ കടന്നുകളഞ്ഞ ചുവന്ന കാറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നതോടെ അന്വേഷണ സംഘത്തിന് പ്രതീക്ഷ മുളച്ചു. പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടി. ഇതിനെ തുടർന്ന് പേഴ്സണൽ സ്റ്റാഫിനോട് ഈ ചുവന്ന കാറിൻ്റെ ഉടമയെക്കുറിച്ച് ആരാഞ്ഞു. എന്നാൽ അവരിൽ നിന്നും അനുകൂല മറുപടികളൊന്നും ലഭിച്ചില്ല. മുൻപ് രാഹുൽ പങ്കെടുത്ത ചില ഉദ്ഘാടന ചടങ്ങുകൾ പരിശോധിച്ചപ്പോഴാണ് ഒരു നടിയുടെ വരവുമായി ബന്ധപ്പെട്ട മറ്റു ചില തെളിവുകൾ പോലീസിന് കിട്ടിയത്. അടുത്ത കാലത്ത് 2 നടിമാർ രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നടിമാരെത്തുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും പിന്നീട് രാഹുലുമൊത്ത് സമയം ചിലവഴിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ രാഹുൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പങ്കുവച്ചത്. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്റൽ മണിയുമായി ചേർന്ന് നിർമ്മിക്കുന്ന 8ാമത് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിലും ഒരു നടി പങ്കെടുത്തിരുന്നു. സംശയമുള്ള നടിയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പോലീസിന് നിയമപരമായ ഒട്ടേറെ പരിമിതികളുണ്ട്. സുഹൃത്തെന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്നതാണ് നടിയുടെ മൊഴി. ഇവിടെയാണ് ഏറ്റവും സവിശേഷമായ ഭാഗം. കേസ് നിലവിൽ വരുന്നതിന് മുൻപ് തലേ ദിവസം തന്നെ കാർ രാഹുൽ മാങ്കൂട്ടത്തിന് താൻ നൽകിയിരുന്നു എന്ന് നടി മൊഴി നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരമൊരു കേസ് നിലവിൽ വരുന്നതിന് തലേ ദിവസം തന്നെ താൻ രാഹുലിന് ഒരു കാർ ഉപയോഗത്തിനായി കൊടുക്കുന്നു. ആ കാർ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടം മുങ്ങിയാൽ തനിക്കെങ്ങനെ പ്രതിയെ ഒളിപ്പിച്ചു എന്ന കേസിൽ അകപ്പെടാൻ കഴിയുമെന്നാണ് നടിയുടെ മറുചോദ്യം. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടം തനിക്ക് രക്ഷപ്പെടാനുള്ള കാർ നേരത്തെ തന്നെ അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഇരയെ സഹായിക്കാനെന്ന വ്യാജേന ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം കൂടിയവരിൽ ആരെങ്കിലും അതിജീവിതയുടെ നീക്കങ്ങൾ രാഹുലിന് ചോർത്തിക്കൊടുക്കുന്നുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിൽ ശക്തമാണ്. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകും എന്ന വിവരം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ തന്നെ ചോർത്തി കിട്ടിയിരിക്കാം. അതുകൊണ്ടാവാം ഇത്തരം മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ ഭദ്രമായി രാഹുൽ തീർത്തുവെച്ചത്. രാഹുലിന് വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു എന്ന ധാരണ പോലീസിൽ ശക്തമാണ്.
അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടികളൊക്കെ രഹസ്യമായി സൂക്ഷിക്കണം എന്ന കർശന നിർദ്ദേശം SITക്ക് നൽകിക്കഴിഞ്ഞു. SITയുടെ അന്വേഷണ നീക്കങ്ങളും പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളുമൊക്കെ നേരത്തെ തന്നെ ചോർത്തിയെടുത്ത് ശാസ്തമംഗലം അജിത് മുഖേന ശക്തമായ വാദം കോടതിയിൽ ഉയർത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതീവ സൂക്ഷ്മതയോടെ അതുകൊണ്ട് തന്നെ കരുനീക്കങ്ങൾ നടത്തണം എന്ന് SITക്ക് വേണ്ട നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് നൽകിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം അപ്രത്യക്ഷനായി 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഒരു തുമ്പും തെളിവും കിട്ടാതെ പോലീസ് നെട്ടോട്ടമോടുന്ന കാഴ്ച. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് യുവതി മുഖ്യമന്ത്രിയെ കണ്ട് നേരിൽ പരാതി നൽകിയത്. മുഖ്യമന്ത്രിയെ വീട്ടിലെത്തി പരാതി നൽകാനാണ് ആദ്യം യുവതിയും കൂട്ടരും തീരുമാനിച്ചത്. എന്നാൽ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി പരാതി നൽകിയാൽ മതി എന്ന് മുഖ്യമന്ത്രി അവരെ അറിയിച്ചു. കണ്ണാടിയിൽ നിന്ന് നേരെ ഫ്ളാറ്റിലെത്തി വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളുമൊക്കെ പെട്ടിയിലാക്കി ഈ ചുവന്ന പോളോ കാറിൽ അവിടെ നിന്ന് യാത്ര തിരിച്ചു കാണും എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ അവിടെ നിന്ന് പോലീസിന് ലഭിക്കുന്നില്ല. അതുതന്നെയാണ് മുഖ്യ വിഷയം. അന്വേഷണ വിവരങ്ങൾ രാഹുലിനാരോ ചോർത്തി നൽകുന്നു എന്ന പരിഭ്രമം ഇപ്പോൾ SITയിലുണ്ട്. ഇത്തരം സംശയം സർക്കാരിലും ശക്തമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ശക്തമായ ചില നീക്കങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യം പാലക്കാട്ട് വെച്ച് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ ഓഫാകുന്നു. പിന്നീട് പല പ്രദേശങ്ങളിൽ ഇടവിട്ട് ഇതേ മൊബൈൽ ഫോൺ ഓണാവുന്ന കാഴ്ച. ഒരു കാര്യം വ്യക്തമാണ്, രാഹുലിൻ്റെ കയ്യിലല്ല ഇപ്പോൾ രാഹുലിൻ്റെ ഒരു ഫോൺ. അത് മറ്റാരുടെയോ കയ്യിൽ പോലീസിനെ തന്ത്രപരമായി കബളിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ രാഹുൽ സംഘം നടത്തുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാം നേരത്തെ അവർ പദ്ധതിയിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ കബളിപ്പിച്ച് പാലക്കാട് വിട്ടത് അതിവിദഗ്ധമായി എന്ന് SIT സമ്മതിക്കുന്നു. CCTVയുള്ള റോഡുകൾ അവർ പരമാവധി ഒഴിവാക്കി. ഇടവഴികളിലൂടെയും ഇടറോഡുകളിലൂടെയുമാണ് രാഹുൽ അധികവും സഞ്ചരിക്കാനുള്ള സാധ്യത. ശക്തമായ നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത്. എല്ലാം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ. അതുകൊണ്ട് തന്നെ രാഹുലിനെ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന പോലീസ് പലപ്പോഴും പരാജയപ്പെടുന്ന കാഴ്ച. രാഹുലിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി എന്ന അവകാശവാദം പോലും ഇന്നലെ പൊളിഞ്ഞടുങ്ങി. രാഹുലിന് പിന്നാലെയുള്ള ഈ പരക്കം പാച്ചിലിൽ പോലീസ് എങ്ങനെ വിജയിക്കും എന്ന ചോദ്യം കേരളത്തിൽ അതിശക്തമായി ഉയരുന്നു. എന്തായാലും രസകരമാണ് ഈ ചേസിംഗ്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.